ഡാവിഞ്ചി റിസോൾവിൽ നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ 5 ട്രിക്സ്. ട്രിക്ക് നമ്പർ 1. ഈ വീഡിയോസിലെല്ലാം സെയിം എഫക്റ്റോ സെയിം കളറോ ആണ് നിങ്ങൾക്ക് പിടിച്ചിടേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ക്ലിപ്പിലും ചെയ്യേണ്ട കാര്യമില്ല. അത് സിമ്പിളായിട്ട് നമുക്കിവിടെ ചെയ്യാം. അതിനായിട്ട് ഇവിടെ മുകളിൽ എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഫക്ട്സിൽ ഈ ടൂൾ ബോക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക. എന്ത് സെർച്ച് ചെയ്യണം? അഡ്ജസ്റ്റ്മെൻ്റ് എന്നടിക്കുക. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് അടിക്കേണ്ട, ഫുള്ള് എന്ന് അടിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു എഫക്റ്റ് വരും. ഈ എഫക്റ്റിനെ പതുക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് ഈ വീഡിയോസിൻ്റെ ഏത് വീഡിയോസിലാണോ നിങ്ങൾക്ക് എഫക്റ്റുകൾ ഇടേണ്ടത് ആ വീഡിയോസിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊണ്ടുവന്ന് വിടുക. ഇങ്ങനെ തൊട്ട് മുകളിലായിട്ട് കൊണ്ടുവന്ന് വിട്ടു. എന്നിട്ട് ഇതിൻ്റെ രണ്ടറ്റവും പിടിച്ച് ഇങ്ങനെ നീട്ടുവാണ് ഞാൻ. ഇവിടെയും പിടിച്ച് ഇങ്ങനെ നീട്ടി വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വീഡിയോസിൻ്റെ മുകളിലാണോ ഈ എഫക്റ്റ് വീഴേണ്ടത് ആ വീഡിയോസിൻ്റെ എല്ലാ മുകളിലൂടെ ഞാൻ ഇതിനെങ്ങനെ വലിച്ച് എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട എഫക്റ്റ് എന്താണോ, അതായത് ഞാൻ ഇവിടെ നിന്നൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു എഫക്റ്റ് നമുക്ക് എടുക്കാം. നമുക്ക് ക്യാമറ ഷേക്ക് തന്നെ എടുക്കാം. ക്യാമറ ഷേക്ക് എന്ന് വെച്ചാൽ ക്യാമറ എന്നടിക്കുമ്പോൾ തന്നെ വരും ക്യാമറ ഷേക്ക് എന്ന് പറഞ്ഞിട്ട് അതിനെ വലിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിൻ്റെ മുകളിൽ വിട്ടുകൊടുക്കുക. വിട്ടല്ലോ. ഇനി ഈ താഴെയുള്ള ഓരോന്നിലും നമ്മളിത് ഇടേണ്ട കാര്യമില്ല. എവിടെയൊക്കെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കിടപ്പുണ്ടോ ആ വീഡിയോസിനെല്ലാം ഈ ഒരു എഫക്റ്റ് അപ്ലൈ ആവും. നോക്കിക്കോളൂ. ഈ കുലുങ്ങുന്ന ഷേക്കാണെന്ന് വിചാരിക്കില്ല, നമ്മൾ വലിച്ചിട്ട വീഡിയോയുടെ എഫക്റ്റ് അതാണ്. ഈ ഷേക്ക് ആവുന്ന എഫക്റ്റാണ് നമ്മൾ വലിച്ചിട്ട് കേട്ടോ. ഒരു പക്ഷേ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഒന്ന് മാറ്റുവാണ്. ഇതിനെ നമ്മളിങ്ങനെ പതുക്കെ ഞാൻ ഇതുവരെ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് ഇത് കഴിയുമ്പോൾ ഉള്ള എഫക്റ്റ് എങ്ങനെ വരുമെന്ന് നോക്കാം. കണ്ടോ, ആ വീഡിയോയിൽ ആ ഒരു എഫക്റ്റ് ഇല്ല. നിങ്ങൾക്ക് എഫക്റ്റ് ഒന്ന് ഞാൻ മാറ്റി തരാം. വേറെ ഏതെങ്കിലും ഒരു എഫക്റ്റ് എടുത്തില്ല നമുക്ക് ഈ ബ്ലർ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. ഇതിനെ വലിച്ചുകൊണ്ട് വന്ന് ഇതിനകത്തിട്ടു. ഇവിടെ നോക്കിക്കോളൂ. കണ്ടോ, ആ രണ്ട് എഫക്റ്റും അവിടെ കിടപ്പുണ്ട്. രണ്ടും പോയിട്ടില്ല. അടുത്ത വീഡിയോയിൽ വരുമ്പോൾ നോക്കിക്കോളൂ. കണ്ടോ, അതിലൊന്നുമില്ല. ഇനി നമ്മൾ ഇതും വലിച്ച് ഇങ്ങോട്ട് വെച്ച് നോക്കിയാൽ, പകുതിയിൽ വെച്ച് നോക്കിയേ. ഇപ്പം നോക്കിക്കോളൂ, ആ സെയിം വീഡിയോയിലാണ് പ്ലേ ആവുന്നത്. അതിൻ്റെ പകുതി എത്തുമ്പോൾ നോക്കിക്കോ, എഫക്റ്റ് പോയി. ഇനി ഈ വീഡിയോസിലെല്ലാം സെയിം കളറാണ് പിടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. നേരെ കളർ പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പാണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നിങ്ങൾ ഇതിൽ എന്ത് ചേഞ്ച് ചെയ്താലും ഇത് ഏതൊക്കെ വീഡിയോസിൻ്റെ മുകളിലൂടെ പോയിട്ടുണ്ടോ അതിലെല്ലാം സെയിം ഡിഫറൻസ് വരും. ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു കളർ പിടിച്ചിടാം. ഞാൻ ഈ ഒരു കളർ ഇടുവാണ്. സിമ്പിളായിട്ട് ചുമ്മാ ഇടുന്നതേ ഉള്ളൂ. ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട്, അതായത് ഈ ലറ്റ്സിൻ്റെ പേജിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അപ്ലൈ കൊടുക്കുകയാണ്. വേറെ ഒന്നും ആഡ് ചെയ്തില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് എഡിറ്റ് പേജിലോട്ട് വന്നു. എന്നിട്ട് ഇവിടെ കണ്ടോ, ഞാൻ കളർ ചെയ്ത പേജ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ പകുതി എത്തുമ്പോൾ എന്താണ് കളറിൻ്റെ അവസ്ഥയെന്ന് നോക്കിക്കോളൂ. കണ്ടോ, സ്വാഭാവികമായിട്ടും മാറി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നായിട്ടും കളർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കളർ കോപ്പി പേസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ സിമ്പിളായിട്ട് ഇങ്ങനെ വലിച്ചങ്ങ് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കളർ, നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പിന് മാത്രം ആ കളർ വരണ്ട, ബാക്കി എല്ലാത്തിനും വരണമെങ്കിൽ സിമ്പിളാണല്ലോ. നിങ്ങൾ ബ്ലേഡ് എടുക്കുക, ഇവിടെ വെച്ച് കട്ട് ചെയ്യുക, ഇവിടെ വെച്ചും കട്ട് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന ഇതിനെ അങ്ങ് ഡിലീറ്റ്, ബാക്ക് സ്പേസ് അടിച്ചങ്ങ് റിമൂവ് ചെയ്യുക. ഇപ്പോൾ നോക്കിയേ, അവിടെ മാത്രമില്ല, അടുത്തിലുണ്ട്. ഇത്രയേ ഉള്ളൂ. ട്രിക്ക് നമ്പർ 2. ഈ കാണുന്ന വീഡിയോയുടെ കോപ്പി എടുക്കാനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ Ctrl+C അടിക്കുന്നു. അതിനുശേഷം ഈ ഒരു ബാർ ഇവിടെ കൊണ്ട് വയ്ക്കുന്നു. എന്നിട്ട് Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യുന്നു. ഇതല്ലാതൊരു സിമ്പിൾ വഴിയുണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കളയുന്നു. എന്നിട്ട് ഏത് ക്ലിപ്പാണോ കോപ്പി എടുക്കേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആൾട്ട് ഞെക്കി പിടിക്കുക. ആൾട്ട് ഞെക്കി പിടിച്ചുകൊണ്ട് ഈ ഒരു ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ആവും. സിമ്പിളാണ്. ട്രിക്ക് നമ്പർ 3. നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കിയേ. ഇത് അനങ്ങാതെ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കീ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് മൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. അത്രയും മെനക്കേടില്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ ഡാവിഞ്ചിയിലൊരു സംഭവമുണ്ട്. അതിനായിട്ട് വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഡൈനാമിക് സൂം എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അതൊന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തപ്പോൾ ഇതൊന്ന് ശകലൊന്ന് സൂം ആയിട്ടുണ്ട് അല്ലേ. ഇനി നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. കണ്ടോ,
വീഡിയോയ്ക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയാണ്ടോ പതുക്കെ അത് ഡൈനാമിക് ആയിട്ടുള്ള കിട്ടില്ലൊരു മൂവ്മെൻ്റ് ആണ്. അത് നമ്മൾ ഒറിജിനാലിറ്റി കണക്കൊരു ഫീൽ നമുക്ക് തോന്നും. ഇതിപ്പോൾ ഓഫ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ അനങ്ങാതെ നിന്നതാണ്. അപ്പോൾ ഈ ഡൈനാമിക് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ കിട്ടില്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. അതിൽ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് ദേ ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾ മാറ്റിയാൽ മതി. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നും ഔട്ടൊക്കെ ആയിട്ടുള്ള കുറേ പരിപാടികളുണ്ട് കേട്ടോ. ട്രിക്ക് നമ്പർ 4. ഇതൊരു ചെറിയ ട്രിക്കാണ്. നമ്മൾ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ടും വീഡിയോ പ്ലേ ആവും. ദേ ഇതുപോലെ. ഇനി ഈ വീഡിയോ റിവേഴ്സ് പ്ലേ ചെയ്യുന്നതിന് നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതിനൊരു ഷോർട്ട് കീ ഉണ്ട്, ജെ പ്രസ് ചെയ്താൽ മതി. ട്രിക്ക് നമ്പർ 5. ചില സമയത്ത് നമ്മൾ വർക്ക് ഓവർലോഡായിട്ട് ഒരുപാട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഫക്ട്സും സൗണ്ട്സിൻ്റെ എഫക്ട്സ്, സൗണ്ടുകൾ, മ്യൂസിക് ഇതെല്ലാം കൂടിയൊക്കെ നമ്മുടെ ടൈം ലൈൻ ഫുള്ള് നിറഞ്ഞൊരു ഒരു പരുവായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കിയിട്ട് കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും ഒരു സംഭവം ചെയ്തു വെച്ചു എന്ന് വിചാരിക്കുക. എഫക്റ്റും എല്ലാം കൂടിയൊക്കെ വെച്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നെങ്കിൽ ആ ഒരു ക്ലിപ്പുകളെല്ലാം കൂടി നമ്മളൊന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഓഡിയോ ഉൾപ്പെടെ എല്ലാം സെലക്ട് ചെയ്യാം കേട്ടോ. അത് നോക്കിക്കോണം എല്ലാം സെലക്ട് ആവുന്നുണ്ടോ എന്നിങ്ങനെ ചെറുതാക്കി വെച്ചിട്ട് ഫുള്ള് സെലക്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ വീഡിയോയിലൊന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വരും. അതിലൂടെ ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആദ്യം തന്നെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ പേര് ചോദിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ സെക്ഷൻ എന്നുള്ളത് ഫസ്റ്റ് എന്നും പറഞ്ഞ് ഞാൻ ചുമ്മാ ഇങ്ങനെ കൊടുക്കുകയാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം ഞാൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്രിയേറ്റ് കൊടുത്തപ്പോൾ എന്ത് പറ്റി? ഒരൊറ്റ ക്ലിപ്പായി. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള എഫക്റ്റോ ഒന്നും പോവില്ല. ഇതെല്ലാം കൂടി ഒരൊറ്റ ക്ലിപ്പായി. ഓഡിയോ അതുപോലെ തന്നെ ഒറ്റ ക്ലിപ്പായിട്ട് ഇവിടെ മാറും കേട്ടോ, ഓഡിയോ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു ഒറ്റ ക്ലിപ്പായി. അപ്പോൾ നമുക്ക് ഒരു ചവർ കണക്കൊരു ഫീലില്ല. ഇനിയും വേണമെങ്കിൽ ഇതിൻ്റെ മണ്ടയിൽ എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പണികൾ ചെയ്യാൻ പറ്റും. ഇതിൽ മൊത്തത്തിൽ ഇനി മാറ്റങ്ങൾ നമുക്കിവിടെ ഈ ഇൻസ്പെക്ടറിൽ ഒന്ന് മാറ്റാൻ പറ്റും. അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ഒരു സംഭവമാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് അഴിച്ചു പണിയാനും എളുപ്പമാണ്. ഇത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊരു മെർജ്ഡ് ഫയലല്ല. ഇത് സത്യത്തിൽ ഒരു ചെറിയ ഫോൾഡറാക്കി നമ്മളിവിടെ വെച്ചേക്കുവാണ്. ഇത് നമുക്ക് അൺഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള സാധനങ്ങൾ പഴയ കണക്കിന് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡീകോമ്പോസ് ഇൻ പ്ലേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് യൂസ് ദിസ് ക്ലിപ്സ് ഓൺലി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അവിടെ അത് എല്ലാം ഓപ്പൺ ആവും. ഇനി നിങ്ങൾക്ക് വീണ്ടും എടുത്തു വെച്ച് പണിയാം.